ഒന്ന് ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിംറോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 20,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഖറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യറേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേധാൻ, താർഷീഷ്, അഹിഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം, അഹറിൻ്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാഖീറിൻ്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖിം. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മോലെക്കെത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമിദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കെം, ലിഖ്ഹി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയും ഉള്ള ബത്ഹോറോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ രേസെഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മീഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കെം അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു.
ആഷേറിന്റെ സന്തതികൾ. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബറിയായുടെ പുത്രന്മാർ ഹേബർ, ബിർസായത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോധാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലക്കിന്റെ പുത്രന്മാർ പാസാക്ക്, ബിംഹാൽ, അശ്വത്ത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേഥെറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലേയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 8. ബെഞ്ചമിന്റെ സന്തതികൾ. ബെഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷൂവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. ഏഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിന് ശേഷം ഷഹാറായിമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദഷിൽ യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യബൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമെദ്. ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമെദാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃ കുടുംബത്തലവന്മാരായ ബറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷാഷാക്ക്, യറേമോത്ത്. സെബദിയോ, ആരാദ്, ഏത്തർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിയേനായ്, സില്ലത്തായി, എലിയേൽ, അദായ, ബറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമെയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷംഷറായ്, ഷെഹറിയ, അത്താലിയ, യാറേഷിയ, ഏലിയ, സിക്രി എന്നിവർ യറോഹാമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യയിയേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദിജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ, ഷിമയായുടെ പിതാവായ മിഖ്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവൂളിന്റെ കുടുംബം. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ മകൻ മെരിബാൽ, മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമേത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ
തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്റിക്കാം, ബോഖെറു, ഇസ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫെലത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്.